ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ എന്താ ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. ആൻഡ് കുറേ നാളായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം, വ്ളോഗ് ചെയ്യണം എന്നുള്ളതൊക്കെ. പിന്നെ ഫസ്റ്റ് മടിയായിരുന്നു, പിന്നെ എങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങണം എന്നൊരു പിടിയിട്ടാത്തൊരവസ്ഥ. പിന്നെ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ് എന്നുള്ളൊരു കാര്യം വിചാരിച്ചു. അപ്പോഴാണ് എന്ത് കണ്ടൻറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു പിടി കിട്ടാതിരുന്നത്. അപ്പോഴാണ് നമ്മുടെ ആറ്റാൽ പൊങ്കാല വരുന്നത്. സോ ഐ തോട്ട് എന്തായാലും ഞാൻ പൊങ്കാല ഇടുന്നുണ്ട്, സോ അത് തന്നെ ആയിക്കോട്ടെ എൻ്റെ ഫസ്റ്റ് കണ്ടൻറ്റ് എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ആറ്റാൽ പൊങ്കാലയുടെ വ്ളോഗ്. സോ ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടി സെറ്റ് മുണ്ടൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് പോകണം. ഇവിടെ വെള്ളയമ്പലം ആൽത്തറ എന്ന് പറഞ്ഞ അമ്പലമുണ്ട്, ട്രിവാൻഡ്രംകാർക്ക് അറിയായിരിക്കും. അപ്പോൾ അതിനടുത്തായിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. നമ്മൾ ഓൾറെഡി ബാക്കിയുള്ള സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കലം, നമ്മുടെ കൊതുമ്പ്, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മളൊരു കവറിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അവിടെ പോയി നോക്കാം. കുട്ടി രജീഷ്, മോനിഷ ചേച്ചി, പൊങ്കാല ഗ്യാങ്. നിങ്ങൾ വേണ്ട എല്ലാവരുടെ രണ്ട് കൊടുക്കുന്നവർക്ക് ഒന്ന് കൊടുത്താൽ മതിയല്ലേ, രണ്ടെണ്ണം ഉണ്ടല്ലോ. സുരക്ഷിതമായ അകലം പാലിച്ച് മാത്രം അടുക്കുക. മറ്റൊരു അടുപ്പ് വരാതിരിക്കുവാൻ പ്രത്യേകം മൃഗങ്ങളെ കുളിപ്പിക്കുക, വാഹനങ്ങൾ, വസ്ത്രങ്ങൾ, പാത്രങ്ങൾ കഴുകുക തുടങ്ങിയവ കുറ്റകരമാണ്. നേരിട്ട് ഉപഭോക്താക്കൾക്ക് നൽകാവുന്നതാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള
അപ്പോൾ പൊങ്കാല നമ്മളിട്ട് കഴിഞ്ഞു. അത് കാണിച്ചു ശർക്കരയും മുന്തിരി ഏലക്കൊക്കെ ഇട്ട് എല്ലാം സെറ്റാണ്, റെഡിയാണ്. വേറൊരു കവർ ആദ്യത്തെ പൊങ്കാല മോനിഷയുടെ, പിന്നെ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ഇടുന്ന പൊങ്കാല. ഞാൻ ആദ്യമായിട്ടല്ല, എൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ്. ഫസ്റ്റ് ഞാൻ പൊങ്കാല ഇടുന്നത് സാമിൻ്റെ കൂടെ, പക്ഷെ ഞാൻ അപ്പം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, സഹായിച്ചു. എല്ലാം മനസ്സിലായില്ലേ? ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇപ്രാവശ്യം പൊങ്കാലിടുന്നത്. എൻ്റെ വിശേഷങ്ങൾ ഓൾമോസ്റ്റ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. ബാക്കി ചേച്ചി ആ വീഡിയോയിൽ വിശേഷം കിട്ടുന്നത് തന്നെ എൻ്റെയും കാണാൻ പറ്റും. അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കൂടെ പൊങ്കാല എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? പൊങ്കാല കുഴപ്പമില്ല, എത്തവണത്തെയും പോലെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. സമാധാനത്തിൽ ഇടാൻ പറ്റും. പക്ഷേ വേറെ സങ്കടം നമ്മൾ ഒരുമിച്ചിട്ടപ്പോൾ സെറ്റായി. വേറെ സങ്കടം മതിയായിരുന്നു. ഇന്നലെ വാങ്ങിയ 9 കല്ലിൽ 3 കല്ല് ആരോ അടിച്ചു മാറ്റി. കല്ലൊക്കെ വാങ്ങി വെച്ച് പ്ലേസ് ഒക്കെ ബുക്ക് ചെയ്ത് വെച്ച് രാവിലെ വരുമ്പോൾ കല്ലില്ല. പിന്നെ രാവിലെ നമ്മുടെ കണ്ടുകൊണ്ടൊക്കെ പാകം രഞ്ജി ചേട്ടനോട് പോയി കല്ലൊക്കെ മേടിച്ചു. കല്ലടിച്ചോണ്ട് പോയത് രഞ്ജി ചേട്ടനാണ്. എന്തായാലും അത് മോശത്തരായി. കാരണം ഞാനില്ലാന്ന് വിചാരിച്ചിട്ട് ആ ചേട്ടൻ കല്ലെടുത്ത് മാറ്റിയത്. ഞാൻ വരുമെന്ന് ആ ചേട്ടൻ വിചാരിച്ചു. വിഷമായി. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു കല്ലൊക്കെ നമ്മൾ വാങ്ങി വെച്ചൊരു വഴിപാടിന് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്. അതിങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞാൽ മോശമല്ല, അവർ പണി ചെയ്യുന്നു. അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഒരു കല്ല് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്തേനെ. അങ്ങനെ പറയാ സാരില്ല, പോട്ടെ. കണ്ടിക്കൊല്ല്. എൻ്റെ ഫാമിലി മധുരം കഴിക്കില്ല, അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് മധുരം കമ്മിയാക്കിയിട്ടുള്ള പ്രസാദമാണ് ഞാൻ ഉണ്ടാക്കി. ഞാൻ യൂഷ്വൽ ശർക്കര ഇട്ട് മറ്റേ ഏലക്ക പൊടി അതൊക്കെ ഇട്ട് നല്ല യൂഷ്വൽ പായസം. നല്ല മധുരം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല മധുരം. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു അതിൻ്റെ ഇരട്ടിയുണ്ട്. പിന്നെ എന്താ മനുവിൻ്റെത് വെള്ളപ്പൊങ്കാല അത് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ റൂമിൽ പോയിട്ട് അത് കഴിച്ചിട്ട് അത് കഴിക്കുന്ന ഒരു വീഡിയോ കഴിച്ചിട്ട് നമ്മളുണ്ടെങ്കിൽ വീഡിയോ. അപ്പോൾ നമ്മുടെ 2025 ആക്കിയാൽ പൊങ്കാല ഫിനിഷ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ റൂമിൽ വന്ന് സെറ്റായി പൊങ്കാല കഴിക്കാൻ പോവാണ്. എടുക്കാം ഒരെണ്ണം നല്ല മധുരം ഉണ്ടാക്കിയ ഒരെണ്ണം മധുരം കുറച്ചിട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പൊങ്കാല കഴിക്കാം. ഞാൻ കഴിക്കട്ടെ. എങ്ങനെയുണ്ട് മധുരം? അത് സാമ്പ തന്നെ ഉണ്ടാക്കിയത്. ആക്ച്വലി അത്രേ മധുരമല്ല കേട്ടോ. അടുത്ത ഷുഗർ ഫ്രീ പൊങ്കാല. പൊങ്കാലൊക്കെ ഇടുവോ? പിന്നില്ലേ മുന്തിരി മനു കൊണ്ടതൊക്കെ കവറിനകത്ത് ഇടില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ആക്ച്വൽ ഷുഗർ ഫ്രീ ഇതാണ് സാമിന് പറ്റിയ പൊങ്കാല. ഇത് സാമ കഴിക്കും, പകുതിയോ സാമ കഴിക്കും. അയ്യോ എനിക്ക് വയ്യ. പൊങ്കാലൊക്കെ കഴിച്ച് നമ്മൾ ഹാപ്പിയാണ്. ഇനി ചട്ടിയും കാലം കഴുകാൻ ഒരാളെ കിട്ടണം. അപ്പോൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാലമ്മയുടെ അനുഗ്രഹത്തോടെ ഞാൻ ഇനി വ്ളോഗ് ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഇനി ചെറിയ എൻ്റെ സ്റ്റോറീസ്, എൻ്റെ ഒരു ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സീരിയൽ ലൊക്കേഷൻസിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കുറേ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് കുട്ടി വ്ളോഗ്സുമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും.